വലിയ പൈസയുടെ കുപ്പിയാണ്. ഹലോ നമസ്കാരം, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്, കുട്ടിയിലാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു പുകപ്പര ഉണ്ടാക്കി. ഈ ഷീറ്റെല്ലാം ഉണങ്ങുന്ന പുകപ്പരയില്ലേ, അതുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അല്ലല്ല, എനിക്ക് ഇതെന്താ കുപ്പിയല്ല, ഇത് കുറേ കുപ്പിയെല്ലാം ഉണ്ടല്ലോ. ഇത് സംഭവം ഇതെല്ലാം വലിയ പൈസയുടെ കുപ്പിയാണ്. വലിയ പൈസേൻ്റെ കുപ്പിയാണല്ലോ. എന്താ സംഭവം കാണണമല്ലോ. അത് പോപ്പരയ്ക്ക് അതിനകത്തൊരു കാര്യമുണ്ട്. എന്താണ് പരിപാടി? ഇതല്ലേ, ഇതാണ് പോപ്പരൻ്റെ മെയിൻ സാധനം. അല്ലേ, വലിയ പൈസേൻ്റെ കുപ്പിയാണ് പൊട്ടുന്നത്. 10 ലക്ഷം രൂപയുടെ കുപ്പി ഏകദേശം പൊട്ടിയിട്ടുണ്ടാവും. അതെല്ലാം വലിയ പൈസേൻ്റെ കുപ്പി മാത്രമേ ഉള്ളൂ. ചെറിയ പൈസേൻ്റെ കുപ്പി ഇതിനകത്ത് പറ്റൂല കേട്ടോ. ഇതെങ്ങനെ ഈ കുപ്പിയെല്ലാം എങ്ങനെ കിട്ടി? ആ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത കുപ്പിയാണ്, ഒരാളുടെ തന്നെയല്ല. പിന്നെ ഇതുപോലെ കള്ളുപിടിക്കാത്ത കുറേ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പോയിട്ട് രഹസ്യമായിട്ട് കളക്ട് ചെയ്ത് അവർ പറഞ്ഞു, ഞാൻ ഇന്ന പോലെ പോപ്പരയിൽ കുപ്പി ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവർ കുറേ പേര് ഇവിടെ കൊണ്ടുവന്നുണ്ട്, ഞാൻ പോയി എടുത്തതുണ്ട്. അതുകൊണ്ട് അത് നല്ല വിലയുടെ കുപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ. കുപ്പി തല്ലിപ്പൊട്ടിക്കുന്നതിൻ്റെ അതുപോലെ കുപ്പി ഇടുന്നതിൻ്റെ രഹസ്യം എന്താണ്? അത് അങ്ങനെ എൻ്റെ ഐഡിയ ഇവിടുന്ന് കിട്ടി. കുപ്പിക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ചൂട് നിലനിൽക്കും. ചൂട് നമ്മുടെ പഴയ കാലത്തെ ബേക്കറികളിൽ ബോർമേൽ ഉപയോഗിച്ചുകൊണ്ട് വന്ന ഈ കുപ്പിയും വെള്ളാരങ്കല്ലുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് 2-3 ദിവസത്തേന് അങ്ങനെ നിലനിൽക്കും. ഒരു ദിവസം തീ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തേന് ഇടണ്ട. അതാണ് ആ ചൂട് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കത്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഴയ പോപ്പരെ കാണിക്കുന്ന പോലെ കുറേ നേരം കത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അത്രയും വിറകിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 2 മുട്ടി അല്ലെങ്കിൽ 1 മുട്ടി തന്നെ ധാരാളം മതി. കുറച്ച് നമ്മൾ ഫർണിച്ചർ കടയിൽ നിന്ന് കിട്ടുന്ന ചിപ്പിളിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടിക്ക് കത്താൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു ചിപ്പിളിപ്പൊടിയും കൂടി ഇട്ടാൽ മതി. അല്ലാണ്ട് വേറെ ആവശ്യമില്ല. കൂടുതൽ അറക്കപ്പൊടി, ചിപ്പിളിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ തെങ്ങിൻ്റെ മടല്, അങ്ങനെ ഈ തേങ്ങയുടെ ചകിരിത്തൊണ്ട്, അങ്ങനെ നമുക്ക് ഇതിനായിട്ട് പോപ്പരയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിറകിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പുറത്ത് ഒരു പുക, ഇതാ ഈ ചെറിയ സ്ഥലത്ത് മാത്രമേ പുക കാണുള്ളൂ. ബാക്കി ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഉള്ളു തേച്ചിട്ടില്ല, വെറും കല്ലിന് കെട്ടി ഉള്ളും തേക്കാത്ത പോപ്പരയത്. ഈ അടുപ്പിനും പ്രത്യേകതയുണ്ട്. ഈ അടുപ്പെന്ന് പറഞ്ഞാൽ തീരെ വില കുറഞ്ഞ ഒരു അടുപ്പാണ്. ഇത് നമ്മുടെ വെള്ളം പോകുന്ന ഓവുചാലിനൊക്കെ വെള്ളം വിടുന്ന പൈപ്പ്, 1.5 അടി പൈപ്പ്. അതിന് ഒരു പൈപ്പിന് 1200 രൂപയാണ് മേടിച്ചപ്പോൾ തോന്നുന്നു. ആ പൈപ്പ് നമ്മൾ അപ്പുറം ഹോൾസ് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് പുക മുകളിലോട്ട് പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഈ പോപ്പരേൻ്റെ ഇവിടം വരെ നമ്മുടെ തറയാണ്. ഇത് ഒരു കയ്യാലാൻ്റെ സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പുക ഇട്ട് കൊടുക്കാനും തീ ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിൽ ഈ ലെവലിലാണ് പോപ്പരയുള്ളത്. ഇതിൻ്റെ താഴെ നമുക്ക് ചാരം വലിക്കാനും ഒക്കെ എളുപ്പമാണ്. ഇതിന് ഡോറിനും ഒരു വലിയ പൈസയൊന്നും മുടക്കില്ലാത്ത സാധനമാണ്. ഇത് പഴയ ഒരു തകരത്തിൻ്റെ ഒരു ഷീറ്റ് അതെടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചൂട് വേണോ അതിനനുസരിച്ച് തുറന്നു കൊടുത്താൽ മതി. ഇത് വല്ലാണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ കത്തുള്ളൂ. ഇത് 4 നിര ഷീറ്റിടാൻ ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു നിലയിൽ 80 ഷീറ്റ് വരെ ഇടാം. ഏറ്റവും മുകളിലത്തേത് നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് കൊണ്ടുവരുന്നത്. ബാക്കിയെല്ലാം നേരെ തിരിച്ചാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഈ പുക നേരെ വന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിവായി പോവില്ല. ഏറ്റവും മുകളിലത്തെ ഷീറ്റാണ് ഏറ്റവും പെട്ടെന്ന് ഉണങ്ങുക. നമ്മൾ എത്ര പച്ച ഷീറ്റ് ഇടുന്നോ അത് ഏറ്റവും മുകളിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഈ പുക പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഹോളോസ് തന്നെ കട്ട് ചെയ്തിട്ട് ഗ്യാപ്പാക്കിയേക്കാണ്. അതിനും ഈ കട്ടിങ്ങിനും പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പുറത്ത് കാണുന്നിടത്തായിരിക്കില്ല ഉള്ളിലത്തെ ഹോൾസ് വരിക. അതായത് കുറച്ച് വളഞ്ഞിട്ടാണ് പോവുക. അതായത് പുക പെട്ടെന്ന് നേരിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്ന രീതിയിലല്ല. പുക ഒരു കല്ലിൻ്റെ ഹോൾസിൽ നിന്ന് ഇപ്പുറത്തെ ഹോൾസിലോട്ട് പോയിട്ട് ഒക്കെ പോവുള്ളൂ. അതായത് അതിൻ്റെ നീരാവി ഒക്കെ പോവുള്ളൂ പുറത്തോട്ട്. അതുകൊണ്ട് ചൂട് പരമാവധി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കും. പിന്നെ ഈ ഇവിടെ ഒരു പലക പോലൊരു സംഭവം ഉണ്ട്. ഇതെന്താണ് സംഭവം? അതിലാണ് നമ്മുടെ ഇത് ചൂട് നിലനിൽക്കുന്ന സാധനം. അതായത് മുകളിലോട്ട് പോകുന്ന പുക ഇവിടെയാണ് തടഞ്ഞു നിൽക്കുന്നത്. ഈ പലക നമ്മുടെ പടുമരത്തിൻ്റെ എന്തിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇതിട്ടേക്കുന്നത് വട്ടയാണ്. അതിൻ്റെ മുകളിൽ കുഴമണ്ണ് അതിൻ്റെ ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടിയിട്ടും അത് മുകളിൽ മൊത്തത്തിൽ ഈ കുഴമണ്ണാണ് വെച്ചേക്കുന്നത്. അതായത് ഇവിടെ വരുന്ന ഈർപ്പം കുറേ പലകയിലും പിടിക്കും, നമ്മുടെ ഈ പലകേൻ്റെ ഗ്യാപ്പിലിട്ടേക്കുന്ന മണ്ണിലും പിടിക്കും.
അങ്ങനെ ഈ നനവ് കുറേ ഇതിൽ വലിച്ചെടുക്കും. ഈ കളിമണ്ണ കളിമണ്ണല്ല, നമ്മുടെ സാധാരണ മണ്ണ്, ഈ മണ്ണ് കുഴച്ചിട്ട് അങ്ങ് വെക്കുക. കളിമണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത്, പക്ഷെ ഈ സാധാരണ മണ്ണ് മതി, നമുക്കത് ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളത് ഈ ഡോറാണ്. ഈ ഡോറിന്റെ പ്രത്യേകത, ഇത് കനമുള്ള തകിടാണ്. അതിൻ്റെ ഉള്ളിൽ വച്ചേക്കുന്ന ഇത് നമ്മുടെ ഈ ഓട്ടർഷേൻ്റെ ഒക്കെ ഈ വുഡിൻ്റെ അടിയിൽ കൊടുക്കുന്ന തെർമോക്കോൾ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവർ ചൂട് ഈ സിങ്കിൽ തട്ടില്ല. അതുപോലെ തന്നെ ഇത് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇതിന് ഗ്യാപ്പില്ലെങ്കിൽ ഈ തകിടിന് തുരുമ്പെടുക്കില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് 2 വർഷം പഴക്കമുള്ള ഡോറാണ്. ഇതിന് ഒരു തുരുമ്പെന്ന് പറഞ്ഞാൽ ഇതിൽ പെയിൻറ്റ് ഒന്നും അടിച്ചിട്ടില്ല, ഇതാ ഒന്നും ചെയ്തിട്ടില്ല. 2 വർഷം പഴക്കമുള്ള സാധനമാണ്. ഇതുവരെ ഇതിന് യാതൊരു കേടുപാടും വന്നിട്ടില്ല. ഇതിൻ്റെ ഫ്രെയിമെല്ലാം നമ്മളെ 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് കൊടുത്തേക്കുന്നത്. പോപ്പരയ്ക്ക് ചിലവായേക്കുന്ന മൊത്തം തുക കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 220 ഫോളോവേഴ്സ്, അതിന് 7500 രൂപയോളം വരും. പിന്നെ നമുക്ക് വന്നേക്കുന്ന ആസ്പെറ്റോ ഷീറ്റ്, അതിനൊരു 3 ഷീറ്റാണുള്ളത്, 8 അടിൻ്റെ ആണ്. എങ്ങനെയായാലും 1000-1200 രൂപ അതിന് വരുന്നുണ്ട്. ഡോറ് 1500 രൂപ മുടക്കുന്നുണ്ട്. കട്ടള ഒരു 900 രൂപ. ഇതെല്ലാം കൂടെ എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഒരു 15000 രൂപ മുതലുണ്ട്. പിന്നെ ഒരു 3 ദിവസത്തെ എൻ്റെ പണി, ഒരു ഉച്ചപ്പണി ഒരാളെ പുറമേ നിന്ന് വിളിച്ച് ഇതിൻ്റെ തറ ഒന്ന് ലെവലാക്കി കുഴിയാട്ടം എടുത്ത് തരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ അടക്കം എനിക്ക് 15000 രൂപ മുടക്കം മുതലുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം. ഇതാണ് ഏറ്റവും ലാഭകരമായിട്ടും ഏറ്റവും ചൂട് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള, പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പല ഓപ്പറ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ലാഭകരവും ഏറ്റവും ചൂട് നിൽക്കുന്നതായിട്ട് തോന്നിയേക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ചെയ്ത് നല്ല വിജയമായിരിക്കും, നല്ല ചൂട് നിൽക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. വലിയ പൈസ മുടക്കി ഒരു ഓപ്പറ ഉണ്ടാക്കുന്നതിൽ നല്ല ഇതുപോലത്തെ ലോ കോസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ എന്നാലും വലിയ പൈസ മുടക്കി വലിയ വിറക് ഇട്ട് എടുക്കുന്ന പോപ്പരയെ കഴിഞ്ഞും എത്രയോ ലാഭകരമായിരിക്കും. കാരണം ഇതിന് വിറകിൻ്റെ ചിലവ് തീരെ കുറവായിരിക്കും. ചെറിയ ചൂടിൽ നമുക്ക് പരമാവധി 1-2 ദിവസത്തേനൊക്കെ ഒരു ചൂട് നിലനിൽക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആയിരിക്കും ഏറ്റവും ലാഭകരം. ഇതെന്തിനാണ് ഈ സാധനം? ഇത് പോയിടാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുറത്തുനിന്ന് അവിടെ പോയിട്ടിട്ടാൽ തീ കയറാൻ ഇവിടെ അധികം പറയില്ലല്ലോ. നമ്മളിവിടെ മാത്രമല്ലേ ആ ഒരു മുട്ടി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് തീ വെച്ച് കൊടുക്കുന്ന എളുപ്പം. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കൊടുക്കാം. ഇങ്ങനെ ഇത്രയും ചെറിയ കൂടാകുമ്പം ശ്വാസം മുട്ടുമോ? ഒന്നുമില്ല. പുക ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നില്ലല്ലോ. നമ്മളിപ്പം തീ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയില്ലേ, മെല്ലെ ഒന്ന് തീ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ശകലം നേരം, അല്ലെങ്കിൽ കനലുണ്ടായിരുന്നെങ്കിൽ കനലായിരുന്നു ഏറ്റവും എളുപ്പം. പെട്ടെന്ന് തീയും പിടിച്ചു അല്ലേ? ഇനി ആയിക്കോളും, ഇനി തന്നെ ആയിക്കോളും, ഇനി നമ്മൾ നോക്കണ്ട. ഇത് നമ്മളിപ്പം അപ്പുറത്തെ ആ വാതിൽ അടച്ചിട്ടില്ല. ഇത് പുക ഇട്ട് കൊടുക്കുന്നതിൻ്റെ അതങ്ങ് ഒരുവിധം തീ ആയി കഴിയുമ്പോൾ അതങ്ങ് അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീ കെട്ടുവാൻ ചാൻസുണ്ട്. ഒരുവിധം പുകയായി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വാതിലങ്ങ് മൂടി കൊടുക്കുക. എന്നാൽ പിന്നെ കുറേശ്ശെ നീറി കത്തുകയുള്ളൂ. ഇപ്പം തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഈ ആകട്ടെ.